നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ IG-ക്കും DIG-ക്കും ക്ലീൻ ചീറ്റ്. IG സേതുരാമൻ, DIG അജിത ബീഗം എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. ADGPക്ക് CPI മുഖപത്രത്തിന്റെ പരിഹാസം. കലക്കാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണത്രേ പൂരം എന്നാണ് അജിത് കുമാർ തമ്പുരാന്റെ കണ്ടുപിടുത്തം എന്നതാണ് പരിഹാസം. അഴീക്കോടൻ രാഘവന്റെ 52ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ആചരിച്ചു. രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പതാക ഉയർത്തി. CPM നെല്ലുവായ് സെന്റർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അഴീക്കോടൻ ദിനം ആചരിച്ചു. അനുസ്മരണ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിൽ ഇടിച്ചു കയറിയ അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. കല്ലൂർ നായരങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം തകർന്നു. വന്യമൃഗശല്യമുള്ള താളുപാടം മുപ്ലി ഫോറസ്റ്റ് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. ഒരു വർഷം മുമ്പ് വനംവകുപ്പ് അധികൃതർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും തൃശൂർ മീഡിയ വിഷൻ ഡയറക്ടറും ഡിവൈൻ പ്രസ് ഉടമയും സിയോൺ സ്റ്റുഡിയോ മാനേജിംഗ് പാർട്ണറുമായ ജേക്കബ് ജെറോമിന്റെ മാതാവ് റിട്ടയേർഡ് അധ്യാപിക ബ്രിജിത്ത് നിര്യാതയായി. 85 വയസ്സായിരുന്നു. ചേലക്കര കൊള്ളനൂർ പരേതനായ തോമസിന്റെ ഭാര്യയാണ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ അടക്കം 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പാറളം പള്ളിപ്പുറത്ത് കിണറ്റിൽ വീണ് വയോധിക മരിച്ചു. പാറളം സ്വദേശി മേലിറ്റ വീട്ടിൽ 79 വയസ്സുള്ള വത്സലയാണ് മരിച്ചത്. കണ്ണംകുളങ്ങര സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. സ്ഥിരം കുറ്റവാളിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ ചാച്ചു എന്ന് വിളിക്കുന്ന ഷാമോനെയാണ് തൃശൂർ DIG തോംസൺ ജോസിന്റെ ഉത്തരവ് പ്രകാരം 1 വർഷക്കാലത്തേക്ക് ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. ദേശീയപാത മണലയിൽ നിന്ന് മടവാക്കരയിലേക്ക് പോയ ലോറി മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. ക്രെയിൻ എത്തിച്ചാണ് ലോറി മാറ്റിയത്. പാലേക്കര ടോൾ സമാന്തര പാതയിലേക്ക് കടന്ന ലോറിയാണ് റോഡിന് കുറുകെ കുടുങ്ങിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാട്ടൂർ എടതിരുത്തി മെർച്ചന്റ്സ് അസോസിയേഷൻ കാട്ടൂർ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറത്ത് CPM കോൺഗ്രസ് സംഘർഷം. നഗരസഭാ കൌൺസിലർ അടക്കം 5 പേർക്ക് പരിക്ക്. കൌൺസിലർ പ്രിയ മനോഹരൻ, PS മുനീർ, പുത്തൻകടപ്പുറം ചാലിൽ മിദ്ലാജ്, ചാലിൽ അഫ്നാസ്, കാളിടകത്ത് ബിലാൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം പാറയമ്പാടത്ത് മദ്യലഹരിയിൽ ഓടിച്ച ഓട്ടോറിക്ഷ കാറിലിടിച്ച അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർ മേഴത്തൂർ കിഴക്കേ കോടനാട് സ്വദേശി രതീഷിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടക്കാഞ്ചേരി കരുതക്കാടിൽ പുതുക്കിപ്പണിത ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന അംഗം KK ഹംസക്കുട്ടി നിർവഹിച്ചു. PU ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മഹാരാഷ്ട്ര കോലാപൂരിൽ നടന്ന സോണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ 17 54 കിലോ വെയ്റ്റ് കാറ്റഗറിയിൽ തൃശൂർ ദേവമാതാ CMI പബ്ലിക് സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ മധു ഗോൾഡ് മെഡൽ നേടി. ഒക്ടോബറിൽ ഹരിയാനയിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് അമൽ മധു അർഹത നേടി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സഞ്ജയൻ സ്മൃതി സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന ചടങ്ങ് ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ മാധവ സ്പോർട്സ് സിറ്റി ഓൾ കേരള ഓപ്പൺ മെൻസ് ഡബിൾസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ ജെയ്സൺ, വിനോദ് എന്നിവർ ചാമ്പ്യന്മാരും വിനോദ്, ഷാനു എന്നിവർ റണ്ണേഴ്സപ്പുമായി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ ട്യൂഷൻ സെന്റർ അധ്യാപകനെ ആളൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളാഞ്ചിറ സ്വദേശി ശരത്താണ് അറസ്റ്റിലായത്.
വിശ്വകർമ്മ സൊസൈറ്റി ജില്ലാ പ്രതിനിധി സമ്മേളനവും തൃശൂർ താലൂക്ക് കമ്മിറ്റി രൂപീകരണവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് TR മധു ഉദ്ഘാടനം ചെയ്തു. പുലരി മൈത്രി ആർട്ട് സമിതിയുടെ 13ാം വാർഷിക ആഘോഷം സംഗീത സംവിധായകൻ മോഹൻ സിതാർ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സീനിയർ സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ് KP കമലാകരൻ മൊമെന്റോകൾ സമ്മാനിച്ചു. പാടത്തെ കളിക്കൂട്ടുകാർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങും സംഘടിപ്പിച്ചു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 14 മുൻപ് ഇറക്കുമതി ചെയ്ത റിഫൈൻഡ് അൺറിഫൈൻഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിക്കരുതെന്ന് ഓൾ കേരള ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഇതു സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് നിവേദനം നൽകിയതായി ബേക്കേഴ്സ് അസോസിയേഷൻ. ജമാഅത്തെ ഇസ്ലാമി ചെറുതുരുത്തി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഓണം സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമി ചെറുതുരുത്തി ഘടകം പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി വെട്ടിക്കാട്ടിരി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ഓർമ്മ പുതുക്കൽ സംഘടിപ്പിച്ചു. കയ്പമംഗലം കാളമുറിയിൽ നടന്ന പരിപാടി കവിയും എഴുത്തുകാരനുമായ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പടിയം സ്പോർട്സ് അക്കാദമി 3ാം വാർഷികാഘോഷം ഫോക്ലോർ അവാർഡ് ജേതാവ് സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. PSA പ്രസിഡന്റ് സുധീഷ് K സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിലെ 88-89 SSLC ബാച്ച് സൌഹൃദം കൂട്ടായ്മയുടെ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ കുന്നംകുളം ASIയുമായ സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത്. പൈങ്കുളം രാമചാക്യാർ അനുസ്മരണ യോഗം പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ചു. പ്രൊഫസർ CM നീലകണ്ഠൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലീപ് ഇയർ ഫ്രണ്ട് സ്ഥാപകൻ ഷാജി റാഫേലിനെ കണ്ണമ്പുഴ പെരിഞ്ചേരി കുടുംബയോഗം അനുമോദിച്ചു. ഫാദർ റാഫേൽ പെരിഞ്ചേരി പൊന്നാട അണിയിച്ചു. കേരള ഇലക്ട്രിക്കൽസ് വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാവറട്ടി യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PR പോൾസൺ യൂണിറ്റ് വാർഷികം ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ റോട്ടറി ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷം പ്രൊവിൻസ് പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചാരി മേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീഹം മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ നടന്നു. പെരുവനം കുട്ടൻമാരാർ അരങ്ങേറ്റ മേളം ഉദ്ഘാടനം ചെയ്തു. കിഴ്പുള്ളിക്കര നളന്ദ ഹൈസ്കൂളിലെ 1985-86 പൂർവ്വ വിദ്യാർത്ഥി സംഗമം സുബീഷ് ഉദ്ഘാടനം ചെയ്തു. ഷേർലി പ്രേമൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി തജ്നീദ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണസംഗമവും അവാർഡ് ദാനവും നടത്തി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഓണസംഗമം ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് നായർ കരയോഗം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോമകുമാർ അധ്യക്ഷത വഹിച്ചു. തൃത്തല്ലൂർ വെസ്റ്റ് മദ്രസത്തുൽ മുഹമ്മദയ്യയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം സുന്നി മഹല്ല് ഫെഡറേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ഫൈസി ഉദ്ഘാടനം ചെയ്തു. മദ്രസ പ്രസിഡന്റ് AA മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഡെൻമാർക്കിൽ നടന്ന വേൾഡ് ഫയർ ഫൈറ്റേഴ്സ് ഗെയിംസിൽ മെഡൽ ജേതാക്കളായ ആൽവിൻ പോൾ, റെജിൻ എന്നിവർക്ക് വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് ഇടവകയും കാരമുക്ക് ദേശവും സംയുക്തമായി സ്വീകരണം നൽകി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.